നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ചീഞ്ഞുനാറുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെണ്ണുകേസാണ്. മാങ്കൂട്ടത്തിനെ കൊണ്ട് നാണക്കേടിന്റെ അങ്ങേയറ്റത്തായിരിക്കുകയാണ് കോൺഗ്രസ്. എന്നാലും നാണക്കേടിൽ മുങ്ങി നിന്നുകൊണ്ട് കോൺഗ്രസ് ഒരു ബുദ്ധിപരമായ കാര്യം കൂടി അങ്ങ് ചെയ്തു. അല്ലെങ്കിൽ കോൺഗ്രസ് നൈസായി മുഖം രക്ഷിക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പുറത്താക്കുകയും ചെയ്തു. ഇതോടെ CPM-കാർക്ക് നേർക്ക് ചോദ്യങ്ങൾ വരികയാണ്. അതായത് അവരുടെ കയ്യിലുണ്ട് ഒരു കൂട്ടം ചോദ്യങ്ങൾ. എന്നാൽ വിഷയത്തെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാര് നമ്മുടെ മുഖ്യമന്ത്രി. മാധ്യമപ്രവർത്തകരുമായുള്ള മുഖാമുഖം സംവാദ പരിപാടിയിൽ മുഖ്യരംഗ് കളം നിറഞ്ഞാടുകയും ചെയ്തു. രാഹുൽ ലൈംഗിക വൈകൃതക്കാരനാണെന്നാണ് പുറത്തു വരുന്നത്, ബീഭത്സമായ കാര്യങ്ങളാണെന്നും മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞു. രാഹുലിനെ സംരക്ഷിക്കാൻ ചിലരിൽ നിന്നും ബോധപൂർവമായ ശ്രമമുണ്ടായി. ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കണം. രാഹുൽ പിടിയിലാകുന്നത് ആരും എതിരല്ല, അതിന് പോലീസ് ശ്രമിക്കുകയല്ലേ എന്നാണ് മുഖ്യമന്ത്രിയുടെ മറുചോദ്യം. എന്തായാലും അതേസമയം നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് CPM-നോട് കോൺഗ്രസ് ചോദിക്കുന്നത്. കാരണം ഇത്തരത്തിൽ പെണ്ണുകേസുകൾ ഉൾപ്പെട്ട MLA-മാർ പാർട്ടിയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് CPM-നോട് ചോദ്യമായി എത്തിയിരിക്കുന്നത്. എന്തായാലും വീണടം വിദ്യയാക്കാനുള്ള കോൺഗ്രസിന്റെ തന്ത്രം കാണാം ഇവിടെയും. രാഹുലിനെതിരെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന പുറത്താക്കൽ നടപടിയെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഇത് അവരുടെ ഒരു തന്ത്രമാണ്. ഇലക്ഷൻ അടുത്തതോടുകൂടിയുള്ള ജനപ്രതിനിധികളായ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ സ്വഭാവദൂഷ്യ ആരോപണങ്ങൾ മുമ്പ് നിരവധി ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ രാഹുലിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി എന്നതും ഇത്തരം ഒരു നടപടി മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല എന്നതുമാണ് ഇവിടെ കോൺഗ്രസിന് അനുകൂല ഘടകമായി മാറിയത്. സ്ത്രീകൾക്കെതിരെയുള്ള പരാതി വരുമ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷനും അതിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയുന്ന പാർട്ടി കോടതിയും തങ്ങൾക്കില്ല എന്നതാണ് രാഹുൽ വിഷയത്തെ നേരിടുന്ന കോൺഗ്രസിന്റെ പ്രത്യാക്രമണം. ഇത് CPM-നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഷൊർണൂർ MLA ആയിരുന്ന PK ശശിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തി തീർപ്പാക്കുകയാണ് CPM ചെയ്തത്. കൊല്ലം MLA ആയ മുകേഷിനെതിരെ കേസും കുറ്റപത്രവും വന്നപ്പോൾ ധാർമ്മികത ചൂണ്ടിക്കാണിച്ച് അങ്ങ് രാജിവെച്ചാൽ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികതയിലൂടെ തിരിച്ചു വരാൻ കഴിയുമോ എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചോദിച്ചത്. പാർട്ടിക്കുള്ളിൽ പരാതി വരികയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത മറ്റൊരു നേതാവ് P ശശിയാണ്. പക്ഷേ ശശി ജനപ്രതിനിധി ആയിരുന്നില്ല. 2011 പാർട്ടിയിൽ നിന്നും പുറത്തായ P ശശി 8 വർഷം കൊണ്ട് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തി. സ്വഭാവദൂഷ്യ ആരോപണത്തിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തായ PT ചാക്കോ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പടിയിറങ്ങുന്നതാണ് പിന്നീട് കണ്ടത്. നീലലോഹിതദാസ്, PJ ജോസഫ്, AK ശശീന്ദ്രൻ, KB ഗണേഷ് കുമാർ എന്നിവരാണ് ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ മന്ത്രിസ്ഥാനം പോയവർ. PJ ജോസഫും AK ശശീന്ദ്രനും ഗണേഷ് കുമാറും പിടിച്ചുനിന്നു തിരിച്ചു കയറി വീണ്ടും മന്ത്രിമാരായി. മുൻ മന്ത്രി കൂടിയായ ജോസ് തെറ്റേലിനെതിരെ പരാതി വന്നപ്പോഴും അദ്ദേഹം MLA ആയി തുടർന്നു. പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തൽ നേരിട്ട ഗോപി കോട്ടമുറിക്കലിനും പിന്നീട് രാഷ്ട്രീയമായി ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. ഇനി എന്തായാലും ഒളിവിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വരും കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.